യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോഴേ ഈ വിശ്വാസമില്ല. അതാണ് മത്തായി 3:9. ഈ കല്ലിൽ നിന്ന് അബ്രഹാത്തിന്റെ സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എൻ്റെ മക്കളെ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിത വഴികളിൽ കഴിഞ്ഞ മാസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് 20 ലക്ഷം ലോൺ വേണം. ഇപ്പോഴും അതുപോലെ ഒരു സാക്ഷ്യം വന്നു. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു ഇന്നത്തെ സാക്ഷ്യം. പണ്ടത്തെ റിജക്റ്റ് ചെയ്താണ്, ബാങ്കുകാർ റിജക്റ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷ്യം? എന്തുകൊണ്ടാണ് ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്തത്? പഴയ കുറേ അരീസ് ഉണ്ടായിരുന്നു. ഇവർ പണ്ട് പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേരടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബാങ്കിൽ നിന്ന് റിജക്റ്റ് അടിച്ച് വരും. കാര്യം അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വേറെ ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നിങ്ങൾ റീഫണ്ട് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ലോൺ എടുത്ത് അടക്കാത്ത പാർട്ടിയാണെന്ന് തോന്നുന്നു. സാറേ, മനഃപൂർവ്വമല്ല, ഇന്ന കാര്യങ്ങൾ അപ്പോഴും മരണം വന്നു, അപ്പോഴൊരു അപ്പൻ്റെ ചികിത്സ വന്നു, അങ്ങനെയൊക്കെ വന്നു പോയതാണ്. അതൊക്കെ നിങ്ങളുടെ കാര്യം, ഇവിടുന്ന് നിയമപരമായിട്ട് തരാൻ പറ്റത്തില്ലെന്ന് പറയും. അത് ഡെഡാണത്. നിയമപരമായിട്ട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ എന്താ മാർഗമുള്ളത്? പിന്നെ അമ്മയെ കക്ഷി ചേർക്കാനേ പറ്റത്തുള്ളൂ. അതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇവിടെ കേട്ട സാക്ഷ്യമാണ്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം. ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം ഒരു ആ ദിവസമോ പിറ്റേ ദിവസമോ ബാങ്കിൽ നിന്ന് ഇവരെ ഫോണിൽ വിളിച്ച് ലോൺ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഫയലും ക്ലോസ് ചെയ്യത്തില്ല. ക്ലോസ് ചെയ്യണം നിങ്ങൾ കേൾക്കണതാ. നിങ്ങളെ ഇപ്പോൾ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടാലും ആ ഇറക്കി വിട്ട കമ്പനിയിൽ തന്നെ ആൾക്കാരോട് നിയമിക്കുന്നുണ്ടല്ലോ, സാക്ഷ്യം കേട്ടില്ലേ? ഉടമ്പടി ഈ ടൈപ്പ് സംഭവങ്ങളാണ് എല്ലാം. അതായത് സാധാരണ ബ്ലെസ്സിങ്സിനേക്കാൾ ഒരു മിറക്കിളായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മനസ്സ് മിടിക്കരുത്. മനസ്സിടിച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇപ്പം എന്തെങ്കിലും കേട്ട് ഇപ്പം നീ കെട്ടാൻ പോണ ചെറുക്കൻ അല്ലെങ്കിൽ പെണ്ണ്, അപ്പോൾ നമ്മൾ കല്യാണ ആലോചനയൊക്കെ നടത്തി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എത്രയോ പേരെ കണ്ടിട്ടാണ് ഒരാൾ ഇഷ്ടപ്പെട്ടൊക്കെ മനസ്സ്. പിന്നെ നമ്മുടെ മനസ്സ് ആ രീതി മെയ്ഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നാണ് കേൾക്കണത് അവർക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ലെന്ന് കേൾക്കണം. അതോടുകൂടി നിനക്ക് ഗ്യാസും കയറി, ഇനി കല്യാണം വേണ്ട, കെട്ടുകയും വേണ്ട എന്ന് പറഞ്ഞ് ഡെഡ് ബോഡി പോലെ എവിടെയെങ്കിലും മൂലക്ക് പോയിരിക്കണില്ലേ? മൂലക്ക് പോയിരിക്കണ എങ്ങാനും ഞാൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൂരലിനടിച്ചിരിക്കും. എന്താ കാര്യം? നീ അതായത് ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിക്ക് മുമ്പ് ഈ ദൈവ തിരുസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളെ തന്നെ യോഗ്യമാക്കണം. ചിലപ്പോൾ ഏറ്റവും വലിയ കാര്യമായിരിക്കും കർത്താവ് ചെയ്തത്. എനിക്ക് നിങ്ങളെ ആരാധനയൊക്കെ നടത്തുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ കുർബാനയെ ആൾക്കാർ അവഹേളിച്ചിട്ടിരിക്കുന്നതിനെക്കുറിച്ച് സങ്കടത്തോടെയൊക്കെ നമ്മൾ ദോഷപ്രവൃത്തി പോലെയൊക്കെ ആരാധനയെ പ്രാർത്ഥിക്കത്തില്ലേ? ലോകാംഗങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്ന നിന്ന നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കും നിത്യാരാധന നടത്തുന്ന ദിവസങ്ങളിൽ പള്ളികളിൽ. പക്ഷേ എനിക്ക് പലപ്പോഴും കർത്താവിനോട് മാപ്പ് ചോദിക്കണമെന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? അതെനിക്ക് കർത്താവിൻ്റെ കൂടെ സങ്കടമുണ്ട് ആ വിഷയത്തിൽ. അതായത് കർത്താവ് വളരെ നല്ലതുപോലെ ചെയ്യണ ചില കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയെ ദൈവത്തോട് പറഞ്ഞിട്ടില്ല, ദൈവത്തോട് പരിഭവമെടുത്ത് പ്രാർത്ഥന നിർത്തിയിരിക്കണം. അതാണ് ദൈവത്തിനെ മുറിപ്പെടുത്തുന്ന ഏറ്റവും വലിയ മുറിവ്. അതായത് നിനക്കൊരു കല്യാണം പോയി, എൻ്റെ അടുത്ത് ഉടനെ നീ എൻ്റെ അടുത്ത് വരും, ഏത് ഇടിയാണെങ്കിലും കേസ് ഇടിയാനെടുക്കും. അച്ഛനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങളെ പ്രാർത്ഥിച്ച് വന്ന് നിങ്ങളുടെ കാര്യം അത്രയും സീരിയസ് ആണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒരു പ്രാവശ്യം കണ്ട് എന്തെങ്കിലും കിട്ടിയിരിക്കും ആ നോട്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പരമാവധി ആൾക്കാരുടെ സങ്കടങ്ങൾ ബാക്കി ഉടമ്പടി കഴിഞ്ഞ് ബാക്കി വരുന്ന കാര്യങ്ങളെ കാണണമെന്ന് തന്നെ വിചാരിക്കണത്. അല്ല, കാണാതിരിക്കുന്ന പ്രശ്നമില്ല. എന്തിനാണെന്ന് അറിയാമോ? ചിലപ്പോൾ കർത്താവിന് ഒരു വാക്ക് പറയാനുണ്ടാകും ആ വ്യക്തിയോട്. ചിലപ്പോൾ കർത്താവ് തന്നെ ചെയ്തതായിരിക്കും ആ ചെറുക്കനെ ഇപ്പോൾ കെട്ടേണ്ടാത്തത്. ഇപ്പോൾ ഞാൻ പണ്ട് കുമ്പസാരക്കൂട്ടി ഇരിക്കുമ്പോൾ കല്യാണ കുമ്പസാരം കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകളെ നീ ആരെയും കെട്ടാൻ പോണത്, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല അച്ഛൻ എന്തെങ്കിലും പറയണത്. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞൊന്ന് അന്വേഷിച്ച് നോക്കി, എന്തോ ചെറിയൊരു മിസ്റ്റേക്ക്. അപ്പോഴും എൻ്റെ മനസ്സിടിക്കാൻ തുടങ്ങി. ഇപ്പം മിസ്റ്റേക്ക്, നാളെ കല്യാണമാണേ.
ഇപ്പം മിസ്റ്റേക്ക് പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ കർത്താവെ പണി പാരെ എനിക്കും കിട്ടിയ. വേറെ കുഴപ്പമില്ല, അവരവരന്വേഷിച്ച് സന്ധ്യക്കുള്ള അന്വേഷിച്ച് ചെറുക്കന് ഭയങ്കര വട്ട്. ആലപ്പുഴ രൂപത തന്നെയാണ്. 30 പേര് കൂടി രാത്രി പോയി, കല്യാണം പോയി. പക്ഷേ അതല്ല പ്രശ്നം. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇവള് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അടക്കം ഉണ്ടായി. പക്ഷേ അതിന് ശേഷം വേറെ കല്യാണം കഴിച്ച് പോയി. ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ. പക്ഷേ അതല്ല, അതിനുശേഷം ആ മകള് 10 വർഷം കഴിഞ്ഞ് എന്നെ കാണാനിടയായി. അപ്പോഴെന്നോട് പറഞ്ഞാച്ചാ കർത്താവ് അച്ഛനോട് സംസാരിച്ച്. എന്താ? ഇല്ല, അച്ഛൻ അന്ന് പറഞ്ഞ് ശരിയാ. എന്താ കാര്യം? 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ കെട്ടാനിരുന്ന അന്ന് കല്യാണം പോയെന്ന് പറഞ്ഞ കക്ഷിയില്ലേ, അയാൾ മരിച്ചു, വാഹനാപകടത്തിൽ മരിച്ചു. പല കാര്യങ്ങളും വിഷയങ്ങളും പ്രാർത്ഥിച്ച് ചെയ്യണത് നല്ലതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു വിഷയം പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അത് നമ്മളുടെ കർത്താവിൻ്റെ അക്കൗണ്ടിലാവും ആ വിഷയം. അതാണ് എൻ്റെ വിഷയം. എന്ത് വിഷയമായാലും ഇപ്പം ഞങ്ങളൊക്കെ മൈന്യൂട്ട് തിങ്സ് വരെ കർത്താവിനോട് പറയും. മൈന്യൂട്ട് തിങ്സ്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, വെരി സീരിയസ് കാര്യം മാത്രമേ പറയത്തുള്ളൂ. അതാണ് മണ്ടത്തരം. ഇപ്പം നമുക്കൊരു 1 കിലോ തക്കാളി വേണം, കലവൂർ പോയി തക്കാളി മേടിക്കണം. ഇന്ന് ബന്ധില്ല, ഹർത്താലില്ല, നമുക്ക് വണ്ടിയുണ്ട്, കാശുണ്ട്, കട തുറന്നിരിപ്പുണ്ട്, അവിടെ തക്കാളി ഉണ്ട്, പോയി മേടിക്കണമെങ്കിൽ എന്തിനാണ് കർത്താവിനോട് പറയണത്? പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ കാശുണ്ടെങ്കിലും കട തുറന്നിരിക്കുകയാണെങ്കിലും ഇന്ന് ബന്ധമില്ലെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും തക്കാളി മേടിക്കാൻ പോണ കാര്യം കർത്താവിനോട് പറയണം. അതാണ് ദൈവ പൈതലെന്ന് പറയണത്. കർത്താവെ, ഞാൻ തക്കാളി മേടിക്കാൻ പോവുകയാണ്. ദാറ്റ്സ് ഓക്കെ. പിന്നെ ആ വഴികളിലുള്ള എല്ലാം കർത്താവ് ആ വഴി ടേക്കപ്പ് ചെയ്യും. ഞാൻ ട്രിവാൻഡ്രത്ത് എറണാകുളത്ത് എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ ആദ്യം മുതലുള്ള റൂട്ടുകളെല്ലാം വെളുപ്പിനെ 5 മണിക്ക് ഇരുന്ന് ഫീഡ് ചെയ്ത് കൊടുക്കും. ഫീഡിങ് പ്രെയർ എന്ന് പറയും. ഓരോ ജോമാലയുടെ ഓരോ രഹസ്യം ചൊല്ലിയിട്ട് ഫീഡ് ചെയ്യും. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം മുഴുവൻ നമ്മൾ കർത്താവിനെ ട്രാക്കെല്ലാം കർത്താവിനെ ഫീഡ് ചെയ്ത് കളയും. അപ്പോൾ എന്താ ഗുണമെന്നറിയാവോ? ആ ട്രാക്ക് നമ്മുടെ വഴികളെ, ഇപ്പം നമ്മളൊരു ബാങ്കിൽ പോകാൻ പോയി, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ആശുപത്രിയിൽ പോകാൻ പോയി, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. അപ്പം നമ്മളോർക്കും ആ ഡോക്ടറെ കാണാൻ എന്താ കാണാം, അപ്പോൾ എൻ്റെ വീട്ടിൽ കാശുണ്ടല്ലോ, അപ്പോൾ കണ്ടാൽ എന്താ കുഴപ്പമൊന്നും. അങ്ങനെയില്ല. ആ നമ്മൾ പോകുന്ന ഡോക്ടറിനെയും ആശുപത്രിയിലെയും ആ റൂട്ടും ഉപയോഗിക്കുന്ന വണ്ടിയും മാറി മാറി കയറുന്ന ഓട്ടോറിക്ഷയും ബസ്സും എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞാൽ റൂട്ട് കർത്താവിൻ്റെതായി, റൂട്ടിൻ്റെ അധികാരി കർത്താവായി. അങ്ങനെ വരുമ്പോൾ അതിലൂടെ കർത്താവിന് നമ്മളെ സഹായിക്കാൻ ഒത്തിരിയേറെ ചാൻസ് ഉണ്ട്. ഒന്നാമത്തിൽ ഈ ഡോക്ടർ സംസാരിക്കണം മുഴുവനും കറക്റ്റ് കാര്യമായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരും മാറി മാറി 4 ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ണുപൊട്ടന്മാർ പോയിട്ടാണ് അങ്ങനെ വന്നത്. കർത്താവിനോട് പറയാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ബ്ലൈൻഡ് മാൻ ആവും. നമ്മൾ കർത്താവിനോട് പറഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം മോണിറ്റർ ചെയ്യും. ആ റൂട്ടെല്ലാം കർത്താവ് മോണിറ്റർ ചെയ്യും. എന്നിട്ട് ആ ഡോക്ടറോട് പറയും, നിങ്ങൾക്കിത് പറ്റത്തില്ല, നിങ്ങൾ ഇവരെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇവരെ ഗൈഡ് ചെയ്യണമെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ പല ആൾക്കാരോട് ചോദിച്ചിട്ട് ആയുർവേദം എടുത്ത്, ഇംഗ്ലീഷ് എടുത്ത്, തർജ്ജമ എടുത്ത്, അക്യുപഞ്ചർ എടുത്ത്, യുനാനി എടുത്ത്, ഇങ്ങനെ അവസാനം കുളവാകും. അതായത് ഒരു കാര്യം, ജോലിക്കാര്യമായാലും എന്തായാലും നിങ്ങൾ രാവിലെ ഇപ്പം നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലത്തില്ലേ, അപ്പത്തിന് ജവമാല ചൊല്ലി ഓരോ സ്വർഗസ്ഥനായതും 10-500 ചൊല്ലിയിട്ട് ഒരു കാര്യം, കർത്താവ് ഈ വിഷയത്തോട് വരുന്ന എല്ലാ സ്ട്രക്ചറും എല്ലാ സർക്കംസ്റ്റൻസും കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കണമെന്ന് പറയണം. അപ്പോഴാ റൂട്ടെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാവും. പിന്നെ നീ വിചാരിക്കാത്ത വഴികളിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. അത് കർത്താവ് കൊണ്ടുപോകുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ബാങ്കിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് പുറത്തിറങ്ങി സങ്കടത്തോടെ നിൻ്റെ ടവൽ കൊണ്ട് കണ്ണും തിരുമ്മി നീ വണ്ടിയിൽ കയറുമ്പോഴായിരിക്കും ഓട്ടോറിക്ഷക്കാരൻ എന്താ ചേച്ചി കരയണമെന്ന് ചോദിക്കും. പിന്നെ ഓട്ടോറിക്ഷക്കാരനിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കും. ആ ചേച്ചി ഇത്രയേ ഉള്ള, ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ റൂട്ടായി. അതാണ് പറയുന്നത്, നീ കയറുന്ന ഓട്ടോറിക്ഷക്കാരനിലൂടെയും കർത്താവ് നിന്നോട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വളരെ ഇൻറ്റിമസി ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നീ കർത്താവിൻ്റെ സ്വന്തമാകും.
അപ്പോൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കർത്താവിൻ്റെ അയൽവാസിയോ നാട്ടുകാരനോ അപരിചിതനോ ആദ്യം പരിചയപ്പെടുന്ന ആൾക്കാരെ പോലെയൊക്കെയുള്ള കയ്യാങ്കളിയാണ് കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങനെയുള്ള ലൈഫെല്ലാം മാറ്റിയിട്ട് വളരെ ഇൻറ്റിമസി, ക്വാളിറ്റി ഇൻറ്റിമസി, എല്ലാ കാര്യങ്ങളും ഈശോയോട് ഡിസ്കസ് ചെയ്യുന്ന. പിന്നെ എപ്പോഴും വിഷയം ആസ്തി ഉണ്ടായിരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ആസ്തി ഉണ്ടാക്കണം. കാരണം ഈ കൃപ എന്ന് പറയണത് കർത്താവ് അവൻ്റെ പീഡാനുഭവം കുരിശുമരണത്തിലൂടെ പിതാവിനെ പ്രസാദിപ്പിച്ച് അതിൻ്റെ വില കൊടുത്ത് ഈശോ വാങ്ങിച്ചതാണ്. അപ്പോൾ വില കൊടുക്കാൻ നമുക്കും ഉണ്ടാകണം. മനസ്സിലായില്ല? നമ്മുടെ കയ്യിൽ ഇപ്പം ദൈവാനുഗ്രഹം വാങ്ങിക്കാനില്ലേ, അതിൻ്റെ വില നമ്മുടെ കയ്യിലുണ്ടാകണം. നമ്മൾ ഇത്തിരി സമ്പന്നന്മാരായിരിക്കണം. ജീവിതകാലം മുഴുവൻ തെണ്ടികളായിരിക്കരുത്. സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താ? സ്വർണവും അതുപോലെ തന്നെ പണവുമാണോ? അല്ല. ദൈവത്തിരുസന്നിധിയിലെ സമ്പത്തുണ്ട്, അതെന്തുമാത്രം കയ്യിലുണ്ടെന്ന് നോക്കണം. കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച ഒരു വിഷയമാണ്. എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കുന്നവൻ്റെ സ്ഥിതി ഇതാണെന്ന് പറഞ്ഞില്ലേ? ആയുസ്സിൻ്റെ മേൽ പിടിവീഴുന്നതാണ്. അപ്പോൾ ദൈവത്തിരുസന്നിധി സമ്പന്നം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ലുക്കായുടെ സുവിശേഷമാണ് 12:21. അത് പറഞ്ഞ ദൈവത്തിരുസന്നിധിയിലെ സമ്പന്നനാകുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. അപ്പൊ ദൈവത്തിരുസന്നിധിയിൽ ദൈവം സമ്പത്തെന്ന് വിചാരിക്കുന്ന കാര്യം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഈ അനുഗ്രഹം പെട്ടെന്ന് മേടിക്കാൻ പറ്റും, ഇല്ലേ? ബൈബിള് പറയുന്ന ഒന്നാമത്തെ ഒരു ബൈബിൾ ഒരു പിശുക്ക് പുസ്തകമാണ്. കാര്യം ഇതെല്ലാം സത്യമായതുകൊണ്ട് വളരെ മേമ്പുടിക്കേ ഇതിൻ്റെ തിരുതി വെക്കത്തുള്ളൂ. ആവർത്തിച്ച് ചറവറ പറയത്തില്ല. അതായത് ഇപ്പോൾ ദൈവ തിരുസന്നിധി സമ്പന്നനാവുക എന്നുള്ള ആ ഫ്രേസ് ഈശോ കണ്ടുപിടിച്ചതാണത്. ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഈശോ വെളിപ്പെടുത്തിയതാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 12:21 ദൈവ തിരുസന്നിധി സമ്പന്നനാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ IELTS ഒക്കെ ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് എഴുതി വാങ്ങിക്കുന്നത്? ഇപ്പോൾ ഇവിടെ മുഴുവനും ചെറുപ്പക്കാരല്ലേ, 60% ചെറുപ്പക്കാരാണ്. പണ്ടത്തെ കൃപാസനം, ഉടമ്പടിക്ക് ശേഷമുള്ള കൃപാസനം ഏജിങ്ങിൽ ഭയങ്കര വ്യത്യാസം അതിനുണ്ട്. കൃപാസനം ചെറുപ്പമായി. പണ്ട് വലിയമ്മച്ചമാരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഉടമ്പടിക്ക് മുമ്പ്. ഇപ്പോൾ വരുന്നത് അപ്പോൾ 60 വയസ്സ് 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അത് മിക്കവാറും ഒരു 70% ഉണ്ടാവും. ഇപ്പോൾ എന്ത് പറ്റി? അവർ 30% മാറ്റിയപ്പോൾ എല്ലാം ചെറുപ്പക്കാരാണ് ഇപ്പോൾ വരുന്നത്, 70%. എന്താ കാര്യം? കർത്താവ് ഉടമ്പടിയിൽ അമ്മ അഡ്വക്കേറ്റ് ചെയ്യാണ്. അമ്മ ചെറുപ്പക്കാരുടെയൊക്കെ വിശ്വാസം ഇപ്പം പല രാജ്യങ്ങളും കുറഞ്ഞിരിക്കുന്ന കാരണം ഞാൻ ചെറുപ്പക്കാർ ഓർത്തേക്കണം, നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞവരും സാക്ഷ്യം പറയാനിരിക്കുന്നവരും ഒരു തീരുമാനം എടുക്കണം. എന്താ കാര്യം? തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ വിശ്വാസമില്ലാത്തടുത്ത് പോകുമ്പോൾ വിശ്വാസിയായി ജീവിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കർത്താവിനെ പകർന്നു കൊടുക്കുമെന്ന്. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് കർത്താവിന് നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ ഒരു പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. അവൻ എൻ്റെ ആളാണെന്ന് ഈശോ പറയും. ഈശോ ഓൺ ചെയ്യാത്ത കൊണ്ടാണ് പിശാച് കൊണ്ടുനടന്ന് കൊല്ലണത്. ഈശോ ഓൺ ചെയ്യാത്ത കൊണ്ടാണ്. നീ എൻ്റെ ദാസനെ കണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആരോട് ചോദിച്ചോ? പിശാചിനോട് ചോദിച്ചില്ലേ? ജോബിൻ്റെ പുസ്തകം 1:10 വായിക്കുമ്പോൾ എന്താ വായിക്കണത്? നീ എൻ്റെ ദാസനെ കണ്ടോ എന്ന്. അപ്പം എൻ്റെ ദാസൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അവിടെ. എന്നെയും കണ്ട കർത്താവിന് പറയണം എൻ്റെ ദാസനെന്ന്. ദൈവത്തിൻ്റെ സ്വന്തം ഉടമസ്ഥയിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ പിശാച് തൊടത്തില്ല. പിശാച് പറയും നീ വെയിൽ കെട്ടി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു നീ, അപ്പോൾ പിശാചോട് പറയും ശരിയാ, ഞാൻ വെയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ ദാസന് എൻ്റെ ദാസിക്ക് ഞാൻ വെയിൽ കെട്ടും. കൈ അടിച്ച് കർത്താവ് കർത്താവായ ദൈവമേ, ജോബ് 1:10 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോബിൽ വെയിൽ കെട്ടി ദൈവമേ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങള്, സങ്കടങ്ങള്, വിഷമതകള് എല്ലാം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടട്ടെ എല്ലാവരും. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ
സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവൽ പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൻ്റെ കാലത്ത് ജോബിന് വേലി കെട്ടി. ജോബിനെ പോലെയുള്ള ദേവദാസന്മാർക്കും ദൈവദാസിമാർക്കും ദൈവം വേലി കെട്ടി സംരക്ഷിച്ചു. പിശാചിന് അവരെ തൊടാൻ പറ്റിയില്ല. എന്താ? ദൈവം സംരക്ഷിക്കുന്നവനെ പിശാച് തൊടത്തില്ല. കർത്താവിൻ്റെ കാലം വന്നപ്പോഴും വേലി കെട്ടിന് മോശമൊന്നുമില്ല. കർത്താവും വേലി കെട്ടുന്ന ആളാണ്, സംരക്ഷിക്കുന്ന ആളാണ്. ഇന്നലെ എന്താഴ്ച? തിങ്കളാഴ്ച. ഇന്നലെ കൗൺസിലിംഗ് നടക്കുമ്പോൾ ഒരു ചേച്ചിയല്ല, എന്നേക്കാൾ പ്രായം കുറവാണ്. അവളുടെ മകളും കൂടി ഇരുന്ന് അമ്മ കരയാണ് ഭയങ്കരമായിട്ട്. അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഭർത്താവ് അവളെ വേണ്ട പോലെ ഒരു പരിഗണിക്കണില്ല എന്ന് അവൾക്ക് ഭയങ്കര വിഷമം. അപ്പോൾ അവൾക്ക് വിഷമമെന്ന് പറയണത് ഈ തൊട്ടാ വിഷമിക്കുന്ന ആളാണ്. എന്താ തൊട്ടാ വിഷമിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഠത്തിലാണ് നിന്ന് വളർന്നത്. അപ്പം അപ്പനും അമ്മയും ഇല്ല, മഠത്തിൽ നിന്ന് വളർന്നതാണ്. അപ്പോൾ അത് കാരണം ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആരില്ലാത്ത കാരണം ഭർത്താവ് കണ്ണുമിഴിച്ചാലും വിരട്ടിയാലും എനിക്ക് ചോദിക്കാനും പറയാനും ആരില്ലാത്തത് കൊണ്ടല്ലേ എന്നെ വിരട്ടണത് എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ എപ്പോഴും കരഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. കുഞ്ഞുനാൾ മുതലുള്ള ആ കുഞ്ഞു മനസ്സിന് തട്ടിയ സങ്കടങ്ങൾ ഇപ്പോഴും ശരീരം വലുതായെങ്കിലും പണ്ടത്തെ മനസ്സ് തന്നെയാണ്. ഇപ്പോൾ ഹസ്ബൻഡിലേക്ക് ഒന്നും കുറച്ച് നിരാകരണം കിട്ടിയപ്പോൾ എന്നോട് പറയണേ, എനിക്ക് ആരുമില്ല അച്ഛാ, അന്നുമില്ല ഇന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഞാനിവിടെ കണ്ണും മുഴിച്ച് ഇവിടെ മുഖത്ത് നോക്കി. നീ ഒന്നുകൂടി പറഞ്ഞത് എനിക്ക് ആരുമില്ല. അപ്പം ഞാൻ നോക്കി രൂക്ഷമായിട്ട്. കാര്യം എനിക്കറിയാം കർത്താവ് ഇപ്പോൾ സംസാരിക്കുമെന്ന്. ഇപ്പം കർത്താവിടെ ഇരിപ്പുണ്ടല്ല, നിങ്ങൾ കാര്യം കേൾക്കണം. ഞാൻ പറഞ്ഞു, നീ ഒരു നമ്പർ പറഞ്ഞേ, നിനക്ക് ആരും ഉണ്ടായില്ല, നീ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഉടനെ ഇവളുകൊണ്ട് മകളുമുണ്ട്. ഇവള് 14 പറഞ്ഞേ. ഞാൻ പറഞ്ഞു, നീ പറ. അപ്പം മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുക. മകള് 18 പറഞ്ഞു. നീ സുവിശേഷം പറഞ്ഞേ. സുവിശേഷം ഞാൻ എപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം അച്ഛാ വായിക്കണത്. അപ്പം സുവിശേഷം വായിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞു, നീ സുവിശേഷം പറഞ്ഞേ. സുവിശേഷം യോഹന്നാൻ. നമ്മൾ മതി. ഇനി നീ ഇത് പറഞ്ഞ കർത്താവ് നിന്നെ കൊല്ലും. നീ ഇത് തുറന്നെടുത്ത് വായിക്കാൻ പറഞ്ഞു. ഉടനെ യോഹന്നാൻ ഇവള് പറഞ്ഞ 14 മകള് പറഞ്ഞ 18. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ അകത്ത്? അവൾ പറഞ്ഞ യോഹന്നാനും അവൾ പറഞ്ഞ 14 മകള് പറഞ്ഞ 18. അതായത് യോഹന്നാൻ 14:18. ഞാൻ വായിച്ചു നോക്കിയപ്പോഴും കണ്ണ് നിറഞ്ഞവളുടെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വരുന്നവരാരെയും അനാഥരായി വിടുകയില്ല. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴേ ഞാൻ കർത്താവിനെ പിന്നെയും നോക്കി. എന്തിനാ ഞാൻ നോക്കിയെന്നറിയാവോ? കർത്താവിനെ തിരിച്ചു വന്ന് നന്ദി പറയാൻ നേരം നോക്കിയത്. അവളത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ അത് ഇടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇടി അപ്പനുള്ളവരുണ്ട്, ആങ്ങളമാരുള്ളവരുണ്ട്, കാശുള്ളവരുണ്ട്, പക്ഷേ ഇന്ന് വരെ കെട്ടാതെ നിൽക്കുന്നവരുണ്ട്. അന്വേഷിച്ച് പോകാൻ ആളില്ലാത്തത് കൊണ്ട്, മക്കളില്ലാത്തതുകൊണ്ട്. നിനക്കിതെല്ലാം തന്നു. അപ്പനുമില്ല, മടത്തി ജനിച്ച് മടത്തിൽ നിന്ന് വളർന്ന് വന്നിട്ട് നിനക്ക് ഭർത്താവിനെ തന്ന്, നിനക്ക് മക്കളെ തന്നു. എന്നിട്ട് നീ ഇപ്പോഴും പറയണ എനിക്കാരുമില്ലെന്ന്. മാരക പാകമാണ് നീ പറയണത്. കർത്താവിന് എന്തോ സങ്കടം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവളുടെ മുഖത്ത് രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞത്, ഇപ്പോഴും നീ കർത്താവ് ഇപ്പോൾ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞത്. അതെനിക്കറിയാൻ സംസാരിക്കുമെന്ന്. അത്ര കണ്ട് വേദന കർത്താവിനുണ്ടായിരുന്നു. അത് എന്നിലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ കറക്റ്റ് അച്ചിട്ട പോലെ ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കൂടെ പറയണത്, ഇത് ജോബിനെ കിട്ടിയ വെയിലിയാണെന്ന്.
ജോബിനെ കണ്ടപ്പോൾ എന്താ പറയുക, എൻ്റെ ദാസനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ പറയും, നീ അവന് ചുറ്റും വേദി കെട്ടിയിരിക്കുകയല്ലേ എന്ന്. ഇപ്പം പുതിയ ജോബിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, കർത്താവിൻ്റെ കാലം വന്ന് 14-18 ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ലെന്ന്. പുറംപോക്ക് വസ്തു പോലെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിടത്തില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്നാണ്. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ എൻ്റെ മക്കളെ കുറച്ച് പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ എൻ്റെ മക്കളെ കർത്താവിനെ മറന്ന് വേദനിക്കരുത്. കർത്താവിനെ മറന്ന് വേദനിച്ചത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാനിങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ടും ഞാൻ നിന്നെ സന്ധിച്ചിട്ടും നീ അത് അനുഭവിക്കണില്ല എന്ന് ഓർക്കുമ്പോൾ ഞാൻ രൂക്ഷമായിട്ട് നോക്കി കർത്താവിൻ്റെ ദേഷ്യമല്ല, കർത്താവിൻ്റെ വേദനയാണ് ശരിക്കും. ദൈവം അത്ര കണ്ട് ഇത്രയും കാണുമ്പോൾ നമുക്കത് അറിയണം. കർത്താവ് അത്രമാത്രം നമ്മളെ യോഹന്നാൻ 3:16 അനുസരിച്ച് കൊണ്ട് സ്നേഹിക്കുന്നവനാണെന്ന്. പക്ഷെ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാകണം. നമ്മൾക്ക് ഒരു സമ്പത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞില്ലേ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാവുക എന്ന്. എന്താ നമ്മുടെ സമ്പത്ത്? സമ്പത്ത് ഉണ്ടായി ഈ ഉടമ്പടി നിങ്ങളെ സമ്പന്നനാക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിക്കും ഓരോ ധ്യാനമല്ലേ, ഓരോ ആഴ്ചയിലും ഉടമ്പടിയെക്കുറിച്ച് കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ പറയുക. ഇപ്പം പറയുന്നത് എന്താണ്? ഉടമ്പടി നിങ്ങളെ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നയാക്കുമെന്ന്. എങ്ങനെയാ? ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ, കന്യാസ്ത്രീയാണ് വായിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കന്യാസ്ത്രീ വായിച്ച് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് ചിരിച്ചു പോയി. ഞാനിവിടെ ഇരിക്കുകയായിരുന്നു ആദ്യത്തെ കുർബാനയ്ക്ക്. കന്യാസ്ത്രീ വായിച്ചത് വെളിപാടിൻ്റെ പുസ്തകമാണ്. 3:18 അല്ല 1 തൊട്ട് 20 വരെ വായിച്ചു. അപ്പോൾ ഒരു വചനം വായിച്ചപ്പോൾ ഞാൻ ഇരുന്ന് ചിരിച്ചു പോയി. കാര്യം പെട്ടെന്ന് എനിക്കത് കത്തിപ്പിടിച്ചു. എന്താ പറഞ്ഞതെന്നറിയാവോ? നീ ധനികനാകാൻ സ്വർണം എന്നോട് വാങ്ങിക്കുകയെന്ന്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ലിങ്ക് ചെയ്ത് എന്താണെന്നറിയാവോ? നീ ഒന്ന് പറഞ്ഞേ, ഇപ്പോൾ വെളിപാട് 3:18 ഒന്ന് പറഞ്ഞേ, നീ ധനികനാകാൻ സ്വർണം എന്നോട് വാങ്ങിക്കുക. അപ്പോൾ ഈശോ എന്താണ്? ഈശോയുടെ വചനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. എന്താണ്? ലൂക്കാ 12:21 എന്താണ്? ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാവുക അല്ലേ? അപ്പോൾ ദൈവ തിരുസന്നിധി സമ്പന്നനാകണത് എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് ദൈവ തിരുസന്നിധി സമ്പന്നനാകാമെന്നാണ് വെളിപാട് പറയണത്. വെളിപാട് എന്താ പറയണത്? നീ സമ്പന്നനാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർണം എന്നോട് വാങ്ങിക്കാൻ. അപ്പം നമ്മൾക്ക് സമ്പത്ത് കർത്താവിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. നമ്മൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ. അതെന്നാ സമ്പത്തായിരിക്കും തരണത്? അത് പത്രോസ് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1:7 ദൈവത്തിൽ നിന്ന് വാങ്ങിക്കണ സമ്പത്ത് എന്താണെന്ന് പറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായ? പത്രോസ് 1:7 പത്രോസ് 1:7 അതായത് വിശ്വാസം, അതായത് സ്വർണ്ണ ഉലയിൽ എന്നതുപോലെ, അതായത് സ്വർണം ഉലയിൽ ശോധന ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഉലയിൽ ശോധന ചെയ്ത സ്വർണം പോലെയാണ് പരീക്ഷകളെ അതിജീവിച്ച നിന്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സമ്പത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? സമ്പത്ത് മനസ്സിലായില്ലേ? നീ സമ്പന്നനാകാൻ വെളിപാട് 3:18 പറയും, സ്വർണം എന്നോട് മേടിക്കാൻ. എന്താണ് അവിടുത്തെ സ്വർണം എന്ന് പറയണത്? അതായത് ഉലയിൽ ശോധന ചെയ്ത സ്വർണം പോലെയാണ് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. ദൈവം നോക്കണേ എന്താ? നിൻ്റെ കയ്യിലുള്ള വിശ്വാസം ഫസ്റ്റ് ഹാൻഡ് വിശ്വാസമാണോ, അതാ പരീക്ഷകളെ അതിജീവിച്ചതാണോ? പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അതാണ് സമ്പത്ത്. ദൈവം കാണുന്ന സമ്പത്ത്. ദൈവം സമ്പത്തെന്ന് പറയണത് അതാണ്. നിനക്ക് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് നിൻ്റെ കയ്യിൽ. അതെന്തിനാ പറയണത്? വേനൽക്കാലത്തെക്കുറിച്ച് കർത്താവ് പറയത്തില്ലേ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13:18 അത്തിമരത്തിൻ്റെ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കുവിൻ. അതിൻ്റെ കമ്പുകൾ ഇളതാകുമ്പോൾ, അതിൻ്റെ കമ്പൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു അല്ലേ? അത് അപ്പോൾ വേനൽക്കാലത്ത് എന്താ സംഭവിക്കണത്? കമ്പുകൾ, അത്തിമരം കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് വേനൽക്കാലത്തിൻ്റെ അന്ത്യത്തിലാണ് ഈ സംഭവം തളിർത്തൊക്കെ വരണത്. അപ്പം അതുപോലെ ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ
മനുഷ്യപുത്രൻ വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് കരുതുവിൻ. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം ശോധന ചെയ്യപ്പെടുന്ന കാലം, വിശ്വാസം അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോൾ കർത്താവ് വെളിപ്പുറത്തുണ്ടെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, കരങ്ങൾ വീശി യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും. അപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം മനസ്സിലാക്കണം. 1 പത്രോസിൻ്റെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 1 പത്രോസിൻ്റെ 1:7 പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം, ശോധന ചെയ്ത വിശ്വാസം, അതായത് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസം, അതാണ് അവശേഷിക്കുന്ന വിശ്വാസം. അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഒരു വിഷമസന്ധി നിൻ്റെ മുമ്പിൽ, എല്ലാവരുടെയും ജീവിത സന്ധികളിൽ വിഷമസന്ധികൾ ഉണ്ടാവും. ഇപ്പം ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഇല്ലേ? ഞെരുക്കങ്ങൾ ഇപ്പം ലോകത്തിൻ്റെ സ്വഭാവമാണത്, പ്രകൃതിയാണ്. ഇവിടെയുള്ള സഹന സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല. ഈ പ്രപഞ്ചത്തിൽ വരുമ്പോൾ സന്തോഷമുള്ളതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സങ്കടങ്ങളും ഉണ്ട്. നിത്യത ബാലൻസ് വെച്ചാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കണ സന്തോഷം നോക്കുമ്പോൾ, ഭൗതികമായി കിട്ടണ സന്തോഷം നോക്കുമ്പോൾ അതിനുവേണ്ടി മുടക്കണ സങ്കടങ്ങളും ടാലിയായിട്ട് അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഒന്നും മിച്ചം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ നിത്യത മാത്രമേ മിച്ചമുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം നമുക്ക് സന്തോഷം തരണമെങ്കിൽ നമ്മുടെ ശരീരമല്ലേ തരത്തുള്ളൂ, അല്ലേ? സെൻഷ്വൽ, അതായത് ഐന്ദ്രികമായ സന്തോഷമാണ് നമുക്ക് ലഭിക്കണത്. ഇപ്പോൾ ഭക്ഷണമായാലും ശരി, വേറെ എന്ത് വിഷയമായാലും ശരി, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് മനുഷ്യന് ഉള്ളത്. സങ്കടവും, പക്ഷേ അതേസമയം തന്നെ അത്രയും തന്നെ സങ്കടവുമുണ്ട്. അപ്പോൾ സങ്കടവും സന്തോഷവും നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മുതലാവത്തില്ല, ടാലിയായിട്ട് നിൽക്കും. ചിലപ്പോൾ സങ്കടം കൂടി നിൽക്കും, സന്തോഷം കുറഞ്ഞിരിക്കും. പിന്നെ ഈ ജീവിതം എന്തിനാ? ഈ ജീവിതം എന്തിനാ? ഈ ജീവിതം നിത്യജീവന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് നിത്യജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ജീവിതത്തെ വിലയിരുത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കച്ചവടം നഷ്ടമാണ്. നമ്മുടെ കച്ചവടം ലാഭത്തിൽ പോകാൻ വേണ്ടിയാണ് അവൻ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഈ പ്രോജക്റ്റിന് മുടക്കിയിരിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് അപ്പോൾ അവശേഷിക്കുന്ന വിശ്വാസം. അവസാനം ഈശോ എന്താ പറഞ്ഞത്? 18:7 ലൂക്കായുടെ സുവിശേഷത്തിലെ ലൂക്ക 18:7 എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കുന്നുണ്ടാകുമോ? ചോദ്യമാണ്. ഒരു സാധുവിധവ എപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരുന്നു, നീതിയില്ലാത്ത ന്യായാധിപനെ. അപ്പോൾ നീതിയില്ലാത്ത ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചോ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, എങ്കിലും ഈ വിധവ വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. നിർദ്ദയനായി കാര്യസ്ഥൻ പറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? കാലവിളംബം വരുത്താതെ നിനക്ക് നീതി നടത്തി തന്നാലും നിന്റെ കഴിഞ്ഞ കാല ഇങ്ങനെ വന്നും പോയും പ്രാർത്ഥന കേൾക്കാതെ ഇട്ട് നടത്തിയിട്ടുള്ള കാലങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശീലനം നിനക്ക് ലഭിച്ചെങ്കിൽ പോലും ദൈവം നോക്കണത് എന്താണ്? ആ വിധവയുടെ കാര്യങ്ങൾ നടന്നോ? വിധവയ്ക്ക് എന്താ സംഭവിച്ചത്? അവിടെ ഭൂമിയോ അവിടെ പറമ്പോ വീടോ ആരോ കൈകയറി 5-8 പ്രാവശ്യം ഈ മനുഷ്യൻ്റെ അരമനെ കയറി ഇറങ്ങിയിട്ട് ഇയാൾ നോക്കിയില്ല. അവസാനം ഇവിടെ ശല്യമായല്ലോ എന്ന് ഓർത്തിട്ട് അയാൾ വിചാരിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, പക്ഷേ ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് എന്താ ചോദിക്കണത്? നിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നാലും, നിനക്ക് നീ പ്രാർത്ഥിച്ച ഉടമ്പടി കാര്യങ്ങളെല്ലാം സാധിച്ചാലും ദൈവത്തിൻ്റെ ഒരു ഉത്കണ്ഠയുണ്ട്. അതിന് നീ ഞാനും മറുപടി പറയേണ്ടി വരും. എന്താണ്? നീ IELTS പാസ്സാകും,
നിനക്ക് വിസ ശരിയാകും, നീ അവിടെ ജോലി പോകും, അവിടെ PR കിട്ടും, നാട്ടിലെ കടം തീർക്കും, അപ്പനെയും അമ്മനെ അവിടെ കൊണ്ടുപോകും, നീ പ്രസവിച്ച് കഴിഞ്ഞ് അപ്പനെയും അമ്മനെ പറഞ്ഞ് നാട്ടിൽ വിടും, അവർ നാട്ടിൽ കിടന്ന് മരിക്കും, നിൻ്റെ ഭർത്താവ് നിൻ്റെ കാശടിച്ച് മാറ്റും, അവൻ കാശും കട അയക്കത്തില്ല. നീ ഇങ്ങനെ ഓരോ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ട് അവസാനം കർത്താവ് ഒരു ചോദ്യം ചോദിക്കും. എന്താണ്? പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമുണ്ടോ?